ശ്രീമതി ശോഭ സുരേന്ദ്രനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ നരേന്ദ്രമോദിജിയെ അനുമോദിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഘടകത്തിനു വേണ്ടി ശ്രീ സി കൃഷ്ണകുമാർ അവർകളെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ശ്രീ സാബു ജേക്കബ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലയ്ക്ക് വേണ്ടി ശ്രീ പി വേണുഗോപാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പാലക്കാട് ഈസ്റ്റ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വീകരണം നൽകുന്നു. പാലക്കാട് നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ പി സ്മിതേഷ്. അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരത് മാതാ കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രചരണത്തിന്റെ ഔപചാരികമായ തുടക്കം ഈ പാലക്കാട് വെച്ച് ആരംഭിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോഡിജിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേരള ഘടകത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന്റെ 7 പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നാം കണ്ടുമടുത്ത കേട്ടുമടുത്ത ഇരു മുന്നണി രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് 70 വർഷക്കാലം അവരനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ അതിനാവശ്യമായ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് നാം ഇന്ന് ഈ പാലക്കാട് ആരംഭം കുറിക്കുന്നത്. ഈ തുടക്കത്തിൽ ശ്രീ മോദിജിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആവേശവും ആത്മാഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. കേരളത്തിന്റെ മുമ്പിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ. അത് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന വികസനത്തിന്റെ വഴിയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വഴിയാണ്. ആ വഴിയിലൂടെ കേരളത്തിന് മുമ്പോട്ട് പോകാൻ വികസനം, വിശ്വാസ സംരക്ഷണം,
സുരക്ഷ എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുവാൻ നാം ശ്രമം ആരംഭിക്കുന്നു. 2014 ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദിജിക്ക് ഒരു ദശാബ്ദക്കാലം കൊണ്ട് ഒരു പുതിയ ഭാരതത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ അതേ മോഡിജിയുടെ സഹായത്തോടുകൂടി 2026 ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ആ പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഈ പാലക്കാട് കരിമ്പനകട മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന മണ്ണിൽ, ഏറെ കഷ്ടതകൾ സഹിച്ച മണ്ണിൽ നാം ആരംഭം കുറിക്കുന്നത്. പാലക്കാട് മാറുകയാണ്, കേരളം മാറുകയാണ്. ആ മാറ്റത്തിൽ എല്ലാവരും നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ മോഡിജിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. നമ്മളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പാലക്കാടൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം വിനയപൂർവ്വം ശ്രീ നരേന്ദ്രമോദിജിയെ ഭക്ത്യാദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. जय केरलम, जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. केरालथियल एंटे प्रिय पेट्टा सहोदरी विनीत थमाया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. एनडीए की बढ़ती लोकप्रियता, बीजेपी के प्रति लोगों का बढ़ता विश्वास आज आप सबका उत्साह और ये आपका समर्थन, इतनी बड़ी संख्या में आपकी उपस्थिति पालक्काड़ ये बता रहा है केरलम का मोड़ अब एक मूवमेंट बन चुका है. अब केरलम के युवाओं का विश्वास है बीजेपी और एनडीए. अब केरलम की महिलाओं का स्नेह है बीजेपी और एनडीए. अब केरलम के किसानों का प्रेम है बीजेपी और एनडीए.